ഞാൻ ഇപ്പോൾ അറഫാണ്. ആദ്യമായിട്ട് ഞാൻ പെരുന്നാൾ ആശംസകൾ നേരെയാണ് എല്ലാവർക്കും. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹമത്യത്തിൻ്റെയും നല്ല പെരുന്നാൾ എല്ലാവർക്കും ആശംസിക്കുന്നു. മറ്റ് കാര്യങ്ങൾ വിചാരിച്ചായി പറയും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ വളരെ ത്യാഗത്തിന്റെ വലിയൊരു സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ദിനാണെന്ന്. അതിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അറഫ സംഭവവികാസങ്ങൾ. അറഫ ദിനം ഇന്ന് അതിൻ്റെ ഒരു പരിപാടിക്കാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അന്വേഷണമല്ലേ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനതിനെക്കുറിച്ച് പ്രത്യേകമായി കമൻ്റ് ചെയ്യേണ്ടതില്ല. അത് അതിൻ്റെ നിലയ്ക്ക് സുതാര്യമായി ആ കാര്യങ്ങൾ നടക്കട്ടെ. അതേക്കുറിച്ച് കൂടുതലായി നമ്മൾ കമൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല. ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് CPM ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതൊക്കെ ഇതുമായി കൂട്ടിച്ചേർത്ത് അത് ഇതൊന്നും ബന്ധമില്ലല്ലോ, നമുക്കറിയുന്ന കാര്യമല്ലേ. ഇത് വേറെ കാര്യമാണ്. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, പറയുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം. അതും ഇതുമായിട്ട് ബന്ധമില്ല. അങ്ങനെ അതൊക്കെ വന്നുപോയ കാര്യങ്ങളാണ് കോടതിയിലടക്കം. അതിലൊന്നും ഒരുപാട് പേരുകളുണ്ട്. നിങ്ങൾ പത്രക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അത് കുറേ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും പത്രക്കാരും ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാര്യമില്ല എന്നുള്ളത്. അതിന് മറുപടി അന്നേ പറഞ്ഞിട്ടുണ്ടോ? യെസ്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ആണ് കേട്ടത്. പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ 2 പേരുകൾ, അതാണ് CPIM ഉന്നയിച്ച ആരോപണം. അതായത് ഈ ശശിധരൻ കർത്തിയുടെ ഡയറിയിൽ RC എന്നതുൾപ്പെടെയുള്ള ഷോർട്ട് ഫോമുകൾ ഉണ്ടായിരുന്നു. RCയും PVയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ PV എന്നത് താനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പേര് തന്നെയാണ് എന്നും അത് സംഭാവനയായി സ്വീകരിച്ചതാണ് എന്നുമൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഒപ്പം ഈ ഡയറി കുറിപ്പിൽ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചതുപോലെ മാധ്യമ സ്ഥാപനങ്ങൾ അടക്കം പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള കുറിപ്പുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്കടക്കം പണം നൽകി എന്ന തരത്തിലൊക്കെയുള്ള കുറിപ്പുകളുണ്ട്. അതേക്കുറിച്ചാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയ അസ്വാഭാവികതയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. CMRL എന്ന കമ്പനി 2013 മുതൽ ഉള്ള കാലഘട്ടത്തിൽ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയും അനാവശ്യമായി തുക ചെലവഴിച്ചു എന്ന തരത്തിൽ കണക്കുകൾ കാണിക്കുകയും അങ്ങനെ വലിയ തട്ടിപ്പ് നടത്തുകയും ചെയ്തു. അതിന് ഒത്തുതീർപ്പ് എന്ന നിലയിൽ ഉള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആയിരുന്നു ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി CMRLുമായി ധാരണയിലെത്തുകയും സേവനങ്ങൾ നൽകി എന്ന തരത്തിലുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളത്. ഇതിലേറ്റവും ഗുരുതരമായിട്ടുള്ളത് ഈ എന്ത് സേവനം, അതായത് പ്രതിമാസം 5 ലക്ഷം രൂപ വീണ വിജയന് CMRL എന്ന കമ്പനി നൽകിയത് എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കിയത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ തന്നെ ആയിരുന്നു എന്നതാണ് ഇതിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത് എന്നത് തന്നെയാണ്. അതായത് കമ്പനിയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ CMRL എന്ന കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാറും ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറും ആണ് എന്ത് സേവനമാണ് ഈ കരാർ പ്രകാരം ലഭിച്ചിട്ടുള്ളത് എന്നത് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. എക്സാലോജിക് എന്ന കമ്പനിക്ക് 1.17 ലക്ഷം കോടി രൂപ എന്തിനു നൽകി, എന്ത് സേവനമാണ് നൽകിയത്, ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ തെളിവുകളോ വിവരങ്ങളോ ഒന്നും ഹാജരാക്കാൻ എക്സാലോജിക്കിന് സാധിക്കുന്നില്ല എന്നതാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഏജൻസികളുടെ അന്വേഷണത്തിന് തടയിടുന്ന നീക്കങ്ങൾ പലപ്പോഴായി CMRLന്റെയും എക്സാലോജിക്കിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ CMRL ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി EDക്ക് അനുകൂലമാകുന്ന തരത്തിൽ വിധി പ്രസ്താവിക്കുകയും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ
വീണ വിജയനുമായി ബന്ധപ്പെട്ട വീടുകളിൽ, ഓഫീസുകളിൽ വ്യാപകമായ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു CPIM. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.